ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 6:36 തിരുവചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കണത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. കരുണയുടെ തിരുനാളിൻ്റെ പ്രാർത്ഥനാപൂർവകമായ ആശംസകൾ ഏവർക്കും നേരുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നിന്നിൽ നിന്നും കാരുണ്യത്തെ വറ്റാതെ ആർജിച്ചെടുത്ത് ചുറ്റുപാടിലേക്ക് അത് പകരാൻ തക്ക വിധമുള്ള ഓർമ്മപ്പെടുത്തലിന് ഈ തിരുനാൾ കാരണമാവട്ടെ. ലഭിച്ച ദാനങ്ങളെ കാരുണ്യത്തിൻ്റെ അഭിഷേക വഴികളിലൂടെ ഒന്ന് പകർന്ന് കൂടുതൽ വർദ്ധിപ്പിക്കാൻ കൃപ തൂകണമേ. ഈ തിരുനാൾ ദിനത്തിൽ ചേർന്ന് നിൽക്കുന്ന സകലരെയും കരുണയാൽ കടാക്ഷിക്കണമേ. വചനം കേട്ട് ഹൃദയം കുറേയും കൂടെ കരുണാർദ്രമാക്കാൻ കൃപ തൂകണേ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് തിരുസഭ ഏറെ ശ്രദ്ധയോട് കൂടിയിട്ട് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കാരുണ്യവാനായ തമ്പുരാൻ നമ്മുടെ ജീവിതത്തോട് കാണിക്കുന്ന ഏറെ കരുതലുള്ള, ശ്രദ്ധയുള്ള, വാത്സല്യത്തിൻ്റെ ഭാവങ്ങളൊക്കെ ചേർന്ന ആ ചൈതന്യത്തെ ഒറ്റ വാക്കിൽ എന്തു വിളിക്കാം എന്ന് ചോദിച്ചാൽ കരുണ എന്ന് വിളിക്കാം. കാരുണ്യത്തിൻ്റെ വർഷം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കിട്ടിയ ഒരു വെളിപാടിനെക്കുറിച്ചുള്ള വായന മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. തൻ്റെ മാർപ്പാപ്പയായതിൻ്റെ ഒരു ആണ്ട് പിന്നിടുമ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പെട്ടെന്ന് ഒരു രാത്രിയിൽ ഒരു ദർശനം. ദൈവം മാർപ്പാപ്പയുടെ അരികിൽ വന്ന് സ്നേഹപൂർവ്വം ചോദിക്കുകയാണ്. മാർപ്പാപ്പയായിട്ട് ഒരു കൊല്ലം പിന്നിടുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ആകെ അതിനെ ഒന്ന് വിലയിരുത്തിയാൽ എന്താണ് മാർപ്പാപ്പയുടെ ഉള്ളിൽ ഇപ്പോഴുള്ള ചേതോവികാരം എന്നാണ് വെളിപാടിലെ തമ്പുരാൻ്റെ ചോദ്യം. വലിയ ആലോചനകളൊന്നുമില്ലാതെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ മറുപടി പറഞ്ഞു അത്രേ. സ്വർഗം വിഭാവനം ചെയ്ത കാരുണ്യത്തിൻ്റെ മുഖം ഇന്ന് കത്തോലിക്കാ സഭയ്ക്ക് കുറവ് വന്നിരിക്കണോ, അത് കൈമോശം വന്നുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. മാർപ്പാപ്പയോട് ദൈവം പറഞ്ഞു ഒരു പേപ്പർ എടുക്കാനായിട്ട്. മാർപ്പാപ്പ പേപ്പർ എടുത്ത് എഴുതി ചേർത്ത് വെച്ച് അതാണ് കാരുണ്യവർഷ പ്രഖ്യാപനത്തിന് ആധാരമായി മാറിയത് എന്നാണ് ഒരു കുറിപ്പ് വായിച്ചത്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തോട് സ്വർഗം ഇതുപോലെ സംവദിക്കുന്ന ഒരു ആത്മീയ വിചാരമില്ല. പരിശുദ്ധ കത്തോലിക്കാ സഭയും സഭാമക്കളും ജീവിതത്തിലുടനീളം ഏറെ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ടതെന്ന് സ്വർഗം സ്വപ്നം കണ്ട ഒന്നാണ് കാരുണ്യം. കാരുണ്യത്തിൻ്റെ ചിറകില്ലാതെ നമുക്ക് ഈ യാത്ര മുൻപോട്ട് കൊണ്ടുപോവുക അസാധ്യമാണ്. ഈ കാരുണ്യത്തിൻ്റെ കർമ്മത്തിലേക്ക് നമ്മുടെ ചുവടുകളെ തെല്ലൊന്നു മാറ്റാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്തുമാത്രം കാരുണ്യം കൈപ്പറ്റി എന്നുള്ള അവബോധത്തിലെത്തുക എന്നതാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും അധികം ധ്യാനമാക്കേണ്ടത് വിസ്മയം എന്ന് വിളിക്കാവുന്ന നമ്മുടെ ജീവിതത്തെ തന്നെയാണ്. ദൈവത്തിൻ്റെ വറ്റാത്ത കാരുണ്യപ്രവാഹത്തിൻ്റെ ഔദാര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവിതമാണെന്ന് നമ്മളിങ്ങനെ ഉള്ളംകാൽ മുതൽ ഉച്ചി വരെ നമ്മളെ ഒന്ന് നന്നായിട്ട് ഒരു കണ്ണാടിക്ക് മുമ്പിൽ ഒന്ന് പരിശോധിച്ചാൽ കാരുണ്യത്തിൻ്റെ ഒരു നീണ്ട പ്രവാഹത്തെ വായിച്ചെടുക്കാനാവില്ലേ? നമ്മുടെ കണ്ണും നമ്മുടെ കരങ്ങളും നമ്മുടെ ജീവിതം മുഴുവനും അതിങ്ങനെ ഇന്നൊരു വർണ്ണവിസ്മയത്തിൻ്റെ സൃഷ്ടിവൈഭവങ്ങളുടെ ഒരു നിറവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കാരുണ്യം ഒന്ന് മാത്രമാണ്. ഞാൻ പലപ്പോഴും ജീവിതത്തിൽ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. വഴിയോരത്തു കണ്ടുമുട്ടുന്ന ഏതെങ്കിലുമൊക്കെ കാരുണ്യമർഹിക്കുന്ന ജീവിതങ്ങൾ, അത് ബുദ്ധിമാന്യം കൊണ്ടാവാം, അത് ശാരീരിക വൈകല്യത്തിൻ്റെ പേരിലാവാം, അത് ഏതെങ്കിലുമൊക്കെ മറ്റു കുറവിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടത് കൊണ്ടാവാം. ഇങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് മുൻപിൽ എൻ്റെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു പ്രാർത്ഥനയും ഉള്ളിൽ ശക്തമായി വരുന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെയായിട്ട് മാറിയത് എന്ന്. തമ്പുരാൻ എൻ്റെ ഉള്ളിൽ ആവർത്തിച്ചു പറഞ്ഞൊരു മറുപടിയും ഹൃദയത്തിൽ ഇങ്ങനെ ചൂടോടെ സൂക്ഷിക്കുന്നുണ്ട്. നിനക്കു പകരമായി
എൻ്റെ ജീവിതത്തിൽ എവിടെയോ കടന്നു വരാനായിട്ട് ഇടയാകേണ്ട ഒരു വൈകല്യത്തിൻ്റെയും ഒരു മാനസിക വിഭ്രാന്തിയുടെയും മറ്റേതെങ്കിലുമൊക്കെ കുറവിൻ്റെയും ഇടങ്ങളെ എന്നിൽ ആക്കാതെ, എന്നിൽ ചേർത്തു വയ്ക്കാതെ മറ്റൊരുവരുടെ ജീവിതത്തിലേക്ക് കൈമാറിയപ്പം തമ്പുരാൻ എന്നോട് കാണിച്ച കാരുണ്യത്തെ ഓർത്തെടുക്കാതിരിക്കാനാവാത്ത വിധം ഞാൻ ജീവിതത്തിൽ മാറേണ്ടിയിരിക്കുന്നു. ഒരു ചുവട് മാറ്റിവെക്കാനായിട്ട് ഈ കാരുണ്യ പെരുന്നാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ അടുക്കാനായിട്ട് തീരുമാനമെടുക്കുമ്പം വചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ ചില ചിന്തകളൊക്കെ ഉള്ളിൽ കുറിക്കണം. നല്ലത്. ഒന്നാമതൊരു കാര്യം, ഈ കാരുണ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്യേണ്ടത് കർത്താവ് നമ്മളിലേക്ക് തിരിയാൻ തക്ക വിധം, ദൈവം നമ്മളെ നോക്കാൻ തക്ക വിധം ജീവിതത്തിന് മാറ്റമുണ്ടാവണം. വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. യെശയ്യാ പ്രവചനം 55:7 പറയുന്നുണ്ട്, ദുഷ്ടനവൻ്റെ മാർഗം വെടിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ചിന്തയിലേക്കും ദൈവിക ചൈതന്യത്തിലേക്കും ഒന്ന് മടങ്ങാൻ തീരുമാനമെടുക്കുമ്പം ഈ കാരുണ്യം അവൻ്റെ ജീവിതത്തിലേക്ക്, ദൈവകാരുണ്യം ഒന്ന് ഫോക്കസ് ചെയ്യപ്പെടും. അപ്പോൾ ഓരോ വ്യക്തിയും ഏതു ജീവിതത്തിൻ്റെ നിലവിലുള്ള വ്യക്തിയാണെങ്കിലും നിലവാരത്തിലുള്ളയാളാണെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ മനസ്സുണ്ടായാൽ അവിടെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയായി. വീണ്ടും രണ്ടാമത്, കാരുണ്യത്തോടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട രണ്ടാമത്തെ ഒരു വിചാരം, തെറ്റുകൾ ഏറ്റുപറയാനായിട്ട് പരിത്യജിക്കാനായിട്ട് തീരുമാനമെടുക്കണം. തെറ്റുകൾ മാനുഷികമായ സഹജമായ ജീവിതത്തിൻ്റെ ഭാവമാണെന്ന് ഓർമ്മിക്കണം. അതിനെ തിരുത്താൻ തീരുമാനമെടുത്ത് തിരിച്ചു വരുമ്പം അത് ദൈവികതയിലേക്ക് നമ്മെ വളർത്താനായിട്ട് ഉപയുക്തമാവില്ലേ? അതുകൊണ്ടാണ് വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുക. സുഭാഷിതം 28:13, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല, ഏറ്റുപറയുന്നവൻ്റെ ജീവിതം കാരുണ്യം കൊണ്ട് ദൈവം നിറയ്ക്കും. എത്ര കരുതലോടെയാ ദൈവം പറയണത്, മറച്ചു പിടിക്കുന്നതൊന്നും നിന്റെ ജീവിതത്തിന് ഗുണപരമാവില്ലെന്നും ഏറ്റുപറച്ചിലൂടെ തുറക്കണതൊക്കെയും അനുഗ്രഹത്തിലേക്കുള്ള വാതായനമാകുമെന്ന്. വീണ്ടും മൂന്നാമതൊരു കാര്യം മനസ്സിൽ കുറിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ കരുണയെ ചുറ്റിപ്പറ്റി പക ഉള്ളിൽ നിലനിർത്താതെ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ കരുണയൊഴുകാൻ വേണ്ടിയിട്ട് ഈ പകയുടെ ഇടങ്ങളെയൊക്കെ ഒന്ന് മാറ്റി എടുക്കാമോ? എങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം ഒഴുകുകയായി. ഇനി നമ്മുടെ ജീവിതം ഈ കാരുണ്യത്തിൻ്റെ തിരുനാൾ ദിവസം മനസ്സിൽ കുറിക്കേണ്ടത്, എനിക്കെങ്ങനെ ഒരു കരുണയുടെ സാക്ഷ്യമായിട്ട് മാറാനാവും? കാരുണ്യപ്രവൃത്തികളെക്കുറിച്ചൊക്കെ ഗവേഷകർ UK നടത്തിയ ഒരു ഗവേഷണം നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തണതാണ്. ഒരാൾ കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പം അതുവഴിയായിട്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണും അതിനെ ചുറ്റിപ്പറ്റി അവളിലുണ്ടാകുന്ന മാറ്റവും അത്ഭുതാവഹമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുഖമേകുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഭക്ഷണവും, 2 അവൻ്റെ ഈ ശരീരത്തോട് ബന്ധപ്പെട്ട ഇഷ്ടങ്ങളുടെ പൂർത്തീകരണവുമാണ്. അതിനേക്കാളും ഒരു പടി കൂടെ ഉന്നതമാണത്രേ ഈ കരുണയുടെ ജീവിത നിലവാരത്തിൽ ഒരാളെത്തുമ്പം കാരുണ്യത്തിൻ്റെ കർമ്മം കൊണ്ട് ഒരാൾ ജീവിതത്തെ മാറ്റുമ്പോൾ സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ഈ തിരുനാൾ നമ്മളോട് പറയുക, ഈ കാരുണ്യത്തെ നമ്മൾ നന്നായി വായിച്ചെടുക്കാനും എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേരാനായിട്ട് അടിസ്ഥാനപരമായിട്ട് മാറ്റേണ്ടതും കൃത്യതയോടുകൂടിയിട്ട് നീക്കേണ്ടതുമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാനിങ്ങനെ ഒരു കാരുണ്യത്തിൻ്റെ കാവലാളായിട്ട് മാറേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ കരുണ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പം അതിന് പിന്നെ പുറത്തു വരാതിരിക്കാനാവില്ല. അതാണ് നല്ല സമറിയാക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഉപമയിലൊക്കെ നമ്മൾ വായിക്കുക. വെറുതെ ജെറീക്കോയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ കടന്നു പോകുമ്പം വല്ലാണ്ട് ഈ സമറിയാക്കാരൻ്റെ ഉള്ളിൽ ഈ കാരുണ്യം ഇങ്ങനെ ഒരു വിങ്ങലായിട്ടും അത് ചുറ്റുപാടിലേക്ക് പകരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടങ്ങാത്ത ദാഹമായിട്ടും നിൽക്കുന്നത് കൊണ്ടാണ് വളരെ കൃത്യതയോടുകൂടെ അവൻ്റെ തിരക്കുകളൊക്കെ മാറ്റിയിട്ട് ആ സമറിയക്കാരൻ്റെ ജീവിതക്കുറിപ്പിനെ ആഴത്തിൽ നമ്മളൊന്ന് ധ്യാനമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവൻ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ട് തൻ്റെ കഴുതപ്പുറത്തൊരു യാത്രയിലായിരുന്നിട്ടും അവൻ ആ യാത്രയെ ഉപേക്ഷിക്കുകയും തൻ്റെ അവകാശമായ ഇടത്തിലേക്ക് ഈ മുറിവേറ്റവനെ എടുത്തു വയ്ക്കുകയും തൻ്റെ കൈവശം തനിക്കായിട്ട് കരുതിയ എണ്ണയും വീഞ്ഞുമൊക്കെ ഒഴിച്ച് മുറിവിനെ വെച്ച് കെട്ടി
അവനെ സത്രത്തോളം എത്തിച്ച് അവിടം കൊണ്ടും തീർന്നില്ല, അവനൊപ്പം രാത്രിയൊന്ന് പിന്നിട്ട് ഒരു പകലും കൂടെയായിരുന്നിട്ട് അവനൊരു തീരുമാനം എടുക്കുകയാണ്, മടങ്ങി വരാനുള്ള സന്നദ്ധതയുടെ ഒരു തീരുമാനം. ചുമ്മാ ഒരു വഴിയാത്രക്കാരൻ വിശുദ്ധനായി മാറിയ ഒരു ചിത്രമാണ് ഈ സമറിയക്കാരൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ വരച്ചു വെക്കുക. അപ്പം കൃത്യമായിട്ട് ഓർമ്മിക്കണം, അധികം ചെലവാകുന്ന പക്ഷം മടങ്ങി വരാനുള്ള സന്നദ്ധത കൂടെ പങ്കുവച്ചിട്ടാണ് അവൻ അവിടുന്ന് സത്രം വിട്ട് തൻ്റെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയും ഒരു ചിത്രവും അവിടെയുണ്ട്. കാരുണ്യം കാണിക്കാനായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് സ്വർഗം സ്വപ്നം കണ്ടതും പ്രാർത്ഥിച്ചതും നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ചരിത്രത്തിൽ 2 ബിഷപ്പുമാരെ കുറിച്ച് മാത്രമേ ഈ 2000 ആണ്ടിനുള്ളിൽ ആളുകൾ ഓർമ്മിക്കുന്നുള്ളൂ എന്ന് ബോബിയച്ചൻ്റെ കുറിപ്പിനകത്ത് വായിക്കാനിടയായി. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ ഈ ഉന്നതസ്ഥാനീയരായ സഭാ ശുശ്രൂഷകരുണ്ടായിരുന്നിട്ടും 2 പേരുകൾ മാത്രം ഇങ്ങനെ ഒരു അവിശ്വാസിയും വിശ്വാസത്തിൻ്റെ ഇടങ്ങളിലെങ്ങും ഇടമില്ലാത്ത ആളുകൾക്ക് പോലും ഉള്ളിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നതായി മാറി. അതിലൊന്ന് വിക്ടർ ഹ്യൂഗോയുടെ പാപങ്ങളിലെ ഒരു മെത്രാനച്ചനാണ്. മോഷ്ടിച്ചു കടന്നുപോയവൻ മടങ്ങി വരുമ്പം അവൻ മോഷ്ടിച്ചവനല്ലെന്നും മാത്രമല്ല, ഞാൻ അവൻ ഔദാര്യപൂർവ്വം കൊടുത്തതാണ്, ഇനിയും കൊടുക്കാൻ വെച്ചത് അവൻ കൊണ്ടുപോയില്ലെന്ന് പറയുന്ന ഒരു ചൈതന്യം. രണ്ടാമത്തെ ഒരു മെത്രാൻ്റെ ചിത്രം അത് ബിഷപ്പ് നിക്കോളാസ്, സാന്താക്ലോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കപ്പെട്ട ക്രിസ്മസിനെ ചുറ്റിപ്പറ്റിയ വിചാരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വം. ഈ 2 മെത്രാന്മാരെ കുറിച്ച് വയ്ക്കപ്പെട്ടത് അവർ 2 പേരും ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് മറ്റൊന്നുകൊണ്ടുമല്ല, കാരുണ്യത്തിൻ്റെ കർമ്മം കൊണ്ടാണ്. ഇന്നീ കാലം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുക, ഈ കാരുണ്യത്തിൻ്റെ കർമ്മം കൊണ്ട് മാത്രമേ നമുക്ക് ചില തിരുശേഷിപ്പുകളായി മാറുക സാധ്യമാവുകയുള്ളൂ. സകല ജീവിതങ്ങളും ഇന്ന് ഈ അവനവൻ്റെ ജീവിതത്തിലേക്ക് മാത്രം ക്യാമറ കണ്ണുകളെ തിരിച്ചു വച്ചിട്ട് എനിക്ക് എന്തിന് എങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ചില ശൈലിയിലേക്കൊക്കെ വന്നു കഴിയുമ്പം അറിയാതെ സംഭവിക്കുന്ന ഒരു അപകടം, എന്നിലേക്ക് മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നു, അവരെൻ്റെ ജീവിതത്തിലേക്ക് കാരുണ്യമായി പെയ്തിറങ്ങാൻ എനിക്ക് സാധ്യമല്ലാതായി മാറുന്നു. ഈ കമ്പാഷൻ എന്നൊക്കെ പറയുന്ന വാക്കിൻ്റെ ഉത്ഭവം പോലും ഭാഷാ പണ്ഡിതന്മാർ പറയും കോ സഫറിങ്ങിനോടൊക്കെ ബന്ധപ്പെട്ടിട്ട്, ഒപ്പം സഹിക്കുക, മാറി നിന്നിട്ടല്ല, ഒരു കാഴ്ചക്കാരൻ്റെ മനസ്സോടെയല്ല, കൃത്യമായിട്ടും ജീവിതത്തിൽ ഒപ്പം നിൽക്കുക. അത് ഒരുപക്ഷെ ഏറ്റവും നല്ല ചിത്രം അമ്മ കുരിശിൻ്റെ വഴിയിൽ മകൻ്റെ യാത്രയ്ക്ക് ഓരോ തുള്ളി ചോരയും ഒപ്പിയെടുത്തുകൊണ്ട് അതിൻ്റെ പുറകിലെ വികാരങ്ങളെയും മകൻ്റെ ജീവിതത്തിൻ്റെ ഭാവങ്ങളെയുമൊക്കെ ഒട്ടും കുറവ് കൂടാതെ തൻ്റെ നെഞ്ചിലേറ്റിയിട്ട് നടക്കുന്നു. അതുകൊണ്ടാണല്ലോ 7 വ്യാകുലങ്ങളിലൂടെയൊക്കെ അമ്മ കടന്നുപോയെന്നൊക്കെ നമ്മൾ പറയുന്നത്. കൃത്യമായിട്ട് ഓർമ്മിക്കണം, കാരുണ്യത്തിന് മാത്രമേ കാലത്തെ അതിജീവിക്കാനാവൂ. വിശുദ്ധ ജീവിതങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്, ഒന്നുകിൽ ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള ത്യാഗത്തിൻ്റെ നിലപാടാണ് അവരെ വിശുദ്ധരാക്കി മാറ്റിയത്. രണ്ടാമത്തേത് കാരുണ്യത്തിന് വേണ്ടി അവരെടുത്ത നിലപാടിൻ്റെ വിലയാണ് അവരെ വിശുദ്ധരാക്കിയത്. ഒരു പറ്റം രക്തസാക്ഷികളായി മാറിയിട്ടുണ്ട് എങ്കിൽ മറ്റൊരു കൂട്ടം വിശുദ്ധർ, മദർ തെരേസയെ പോലെ ഈ കാരുണ്യത്തിൻ്റെ കർമ്മത്തിന് വേണ്ടിയിട്ട് വല്ലാണ്ട് ജീവിതത്തിൽ ഒഴിഞ്ഞു വയ്ക്കപ്പെട്ട ജീവിതങ്ങൾ എനിക്കും നിങ്ങൾക്കും നൽകുന്ന ഓർമ്മപ്പെടുത്തൽ, ആ ചുവടുകളെ നമ്മളൊന്ന് നന്നായിട്ട് അടുത്ത് അനുകരിക്കാൻ തീരുമാനമെടുത്തൽ, ഒന്ന് വായിച്ചെടുക്കാനും അത് ധ്യാനമാക്കാനും അതൊന്ന് ജീവിതത്തിൽ പകർത്താനും നമ്മൾ സന്നദ്ധരായാൽ വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമായിട്ട് മാറും. ഇന്നും ലോകം പറയുന്നുണ്ട്, ആത്മകഥകളൊക്കെ പലപ്പോഴും വ്യക്തിജീവിതത്തിൻ്റെ നല്ല ഓർമ്മകളെ മാത്രം സവിസ്തരം പ്രസ്താവിക്കുമ്പം ആത്മകഥകളൊക്കെ മറ്റുള്ളവൻ്റെ ജീവിതത്തിന് സ്വാധീനമാകുന്നത് അത് കാരുണ്യത്തെ ചുറ്റിപ്പറ്റി കിടക്കുമ്പോഴാണ് എന്ന് വായിച്ചത് ഓർമ്മയിലുണ്ട്. ചുമ്മാ എഴുതുന്ന ആത്മകഥകൾക്കൊന്നും ജീവിതത്തിൽ ഒരിടത്തും ഒരു സ്വാധീനമാകാൻ കഴിയില്ല. ഗാന്ധിജിയുടെ ആത്മകഥയും അങ്ങനെ ഏറെ ജീവിതങ്ങളെ അടിത്തറയിൽ നിന്നും ഇളക്കി മറിക്കാൻ സഹായകമാകുന്ന ചില ആത്മകഥകൾക്കൊക്കെ ലോകത്തോട് പറയാനായിട്ടുള്ളതിൻ്റെ സാരസംഗ്രഹത്തെ കാരുണ്യം എന്ന ഒറ്റ വാക്കിൽ നമുക്ക് ഒന്ന് കേന്ദ്രീകരിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ കരുണയുടെ പെരുന്നാൾ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുക. കാരുണ്യപ്രവർത്തികൾ 14 ഉണ്ടല്ലോ.
അതിൽ ഒരാത്മീയ തലവും ഒരു ഭൗതികമായ തലവുമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികൾ കൊണ്ട് ആരുടെയെങ്കിലും ജീവിതം തമ്പുരാനിലേക്ക് മാത്രമല്ല ചുറ്റുപാടിലേക്ക് പോലും ഒന്നുകൂടെ സമരസപ്പെടാൻ സാധ്യമാകുന്നെങ്കിൽ ഞാൻ കാരുണ്യത്തിൻ്റെ ഇടങ്ങളിലാണ്. ഫ്രാൻസിസ് പാപ്പയെ ഓർമ്മപ്പെടുത്തി, ഈ ഉപേക്ഷിക്കപ്പെട്ടും മാറ്റി നിർത്തപ്പെട്ടും അവഗണിക്കപ്പെട്ടും കഴിയുന്നവൻ്റെ ജീവിതത്തിലേക്ക് നമുക്കല്ലാതെ, ഒരു വിശ്വാസിക്കല്ലാതെ, വിശ്വാസമുള്ളവർക്കല്ലാതെ ആർക്ക് അടുത്തെത്താനാവും? നമ്മളോട് തമ്പുരാൻ ആവശ്യപ്പെടുന്നതും ഈ കാരുണ്യത്തിലേക്ക് തെല്ലൊന്ന് ചുവടുമാറ്റിയിട്ട് സ്നേഹത്തോടെ ഒന്ന് അടുത്തു വന്നിട്ട് നമുക്കൊന്ന് മാറാൻ പറ്റൂ. മാറിയാൽ ഈ ജീവിതം കൊണ്ട് ചുറ്റുപാടിനെ നമുക്ക് വല്ലാണ്ട് സ്വാധീനിക്കാനാവും എന്നുകൂടെ മനസ്സിൽ കുറിക്കാം. അതുകൊണ്ട് കൃത്യമായിട്ടും ഓർമ്മക്കണം, നമ്മുടെ ജീവിതം ഒരനുഗ്രഹമാകണമെങ്കിൽ കാരുണ്യത്തോടല്ലാതെ മറ്റൊന്നിനോടും നമ്മൾ ജീവിതത്തിൽ ഇടപെടരുത്. സ്നേഹത്തെപ്പോലും ദൈവത്തിൻ്റെ പേര് കാരുണ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞു, ദൈവത്തിന് സ്നേഹത്തെക്കാളും ഇണങ്ങുന്നത് കാരുണ്യമാണത്രേ. ദൈവമനുഷ്യനും സ്നേഹത്തെക്കാളും ഇണങ്ങുന്നത് കാരുണ്യമാണ്. നാം കാരുണ്യത്തിൻ്റെ കർമ്മവീഥിയിലൂടെ യാത്ര ചെയ്യുമ്പം നമുക്ക് ദൈവത്തിൻ്റെ മുഖഭാവം ഉണ്ടാകും. നാം കാരുണ്യത്തിലൂടെ ദൈവമാകും, നമ്മുടെ കാരുണ്യത്തിലൂടെ ദൈവം മനുഷ്യനാകും. നമുക്കും ആഗ്രഹിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. ഇത് വർഷം ആഘോഷിക്കപ്പെടുന്ന ഒരു കർമ്മമായി പരിമിതപ്പെടാതെ, കരുണയുടെ പ്രാർത്ഥനകളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വിചാരത്തിൽ മാത്രം ഉടക്കി നിൽക്കാതെ, അവിടുന്ന് തെല്ലുകൂടെ ഉയർന്നിട്ട് എൻ്റെ കൈകളും എൻ്റെ കാലുകളും എൻ്റെ കണ്ണും എൻ്റെ കാഴ്ചപ്പാടുകളുമൊക്കെ ഈ കരുണയെ വെളിവാക്കുന്ന ഒന്നായി തീരാൻ ആഗ്രഹിക്കാം. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വയേ അവിടുന്ന് നിന്നും കൈപ്പറ്റിയ കാരുണ്യത്തെ ജീവിതത്തിലുടനീളം കൈമാറാൻ ഞങ്ങൾക്ക് നീ തന്നെ മാറ്റം തരണേ. ഞങ്ങളെ നീ തന്നെ ഉണർത്തണേ. ഏറെ ചൈതന്യദായകമായ ഈ കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ന് മാത്രമല്ല, ഇനിയുള്ള യാത്ര കുറേയും കൂടെ ഊഷ്മളാവട്ടെ, കുറേ പേരെ നിന്നിലേക്ക് അടുപ്പിക്കാൻ കാരണമാവട്ടെ. സഭയിൽ കാരുണ്യത്തിൻ്റെ കർമ്മവീഥിയിൽ ഞങ്ങൾ ഓരോരുത്തരും പ്രശോഭിക്കുമ്പം ഇനിയും ഈ സഭ അറിയപ്പെടും, ഉയരും, കൂടുതൽ ദൈവോന്മുഖവും സ്വർഗോന്മുഖവുമാകും. അതിനായി പ്രാർത്ഥിക്കണം. കരുണയുടെ തിരുനാളിൽ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.